ശരി, ശ്രീ ഡി കെ മുരളി, ഇപ്പോൾ ഈ സംഭവം നമുക്ക് തരുന്ന ഒരു പാഠം എന്താണ്? ഇപ്പോൾ അയൽവാസികൾക്കായാലും ബന്ധുക്കൾക്കായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനാകുന്നില്ല. എല്ലാ വീടുകളും ഓരോ തുരുത്തുകളാണ്. അവരുടെ സ്വകാര്യതയിൽ അങ്ങ് കഴിഞ്ഞു പോകുന്നു. സ്വകാര്യതയിൽ ആരും ഇടപെടണമെന്നല്ല, പക്ഷേ ഒരു വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകാൻ പോകുന്നുണ്ടോ എന്തെങ്കിലും ഒരു സൂചനയെങ്കിലും ചുറ്റുമുള്ളവർക്ക് വേണ്ടേ? എന്താണ് ഇത്തരം കാര്യങ്ങൾ തടയാൻ പറ്റുക എന്നൊരു ആലോചനയിലേക്ക് എത്തേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ബഹുമാന്യായ മനഃശാസ്ത്ര വിദഗ്ധ കൂടിയായ മാഡം പറഞ്ഞതുപോലെ ഡബിൾ പേഴ്സണാലിറ്റിയോ മൾട്ടി പേഴ്സണാലിറ്റിയോ ഒക്കെ രൂപപ്പെട്ടു വരുന്നതിൻ്റെ പശ്ചാത്തലമെന്ത് എന്ന് തീർച്ചയായിട്ടും സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരാകെ വഴിതെറ്റി പോകുന്നു എന്ന് നമുക്ക് പറയാനാകില്ലെങ്കിലും ഇത്തരം വഴിതെറ്റലുകൾ സമൂഹത്തെ വല്ലാത്ത നെഗറ്റീവായി ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് തന്നെ ഇയാളുടെ ഈ കൊലപാതക രീതികൾ പരിശോധിച്ചാൽ മോഡസ് ഓപ്പറാൻഡി തന്നെ ഒരു പ്രൊഫഷണൽ കില്ലറുടെ വൈദഗ്ധ്യത്തോടെയാണ്. ഒരു പുറത്ത് ആരും അറിയുന്നില്ല, ഇത്രയും ടൈമിങ് 34 കിലോമീറ്റർ ചുറ്റളവിനിൽ ഒരു കൊലപാതകം നടന്ന ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് അമ്മയെ കഴുത്തു ഞെരിച്ച് കൊന്ന് ലോക്ക് ചെയ്തിട്ടാണ് അയാൾ പാങ്ങോട്ടേക്ക് പോകുന്നതെന്നാണ്. പാങ്ങോട്ട് പോയി വൃദ്ധമാതാവിനെ, പിതാവിൻ്റെ ഉമ്മയെ, അയാൾ പറയുന്ന കാരണം നേരത്തെ ഒരു മാല ചോദിച്ച് കൊടുത്തില്ല എന്നാണ്. അടിച്ചു കൊന്നിട്ട് മാല കവർന്നെടുത്തു. ആ കവർന്ന മാലയും കൊണ്ട് വന്ന് പെട്രോൾ അടിച്ചിട്ടാണ് വീണ്ടും കൂനംവേങ്ങയിലേക്ക് പോകുന്നത്. അവിടെ ഇയാളെ എന്തോ ഉമ്മയോ ഒക്കെ വഴക്ക് പറഞ്ഞ കാരണങ്ങൾ കൊണ്ടുള്ള വിരോധമാണ് ഈ അച്ഛൻ്റെ ജ്യേഷ്ഠനോടും പിതാവിൻ്റെ ജ്യേഷ്ഠനോടും ജ്യേഷ്ഠൻ്റെ ഭാര്യയോടും ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ് മിലിറ്ററിയാണ്, അതിൻ്റെ ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്. നേരിട്ടൊരു ആക്രമണത്തിന് വന്നാൽ ചെറുത്തു നിൽക്കാനുള്ള പ്രാപ്തിയുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ ഇത് മകൻ അല്ലേ വരുന്നത്, മകൻ്റെ സ്ഥാനത്തുള്ള ഒരാളല്ലേ വരുന്നത്. ഇവരാരും തന്നെ അങ്ങനെ സംശയിക്കില്ലല്ലോ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തുന്നത്. ഒരു കൊലപാതകം, ഇത്രയും പ്രിയപ്പെട്ടവരെ കൊന്നിട്ട് പോലും അയാളുടെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടായിട്ടില്ല. അയാൾ മനസ്സിൽ കരുതിയതുപോലെ എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ. വേണമെങ്കിലൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാമല്ലോ. അതുമല്ല, അതിലൊരു പ്ലാനിങ് ഉണ്ട് അയാൾക്ക്. മറ്റാരുടെയെങ്കിലും ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കരുതെന്ന് ഒരു പക്ഷേ അയാൾ കരുതി കാണും. നേരെ സ്റ്റേഷനിൽ പോയി സറണ്ടർ ചെയ്യുകയാണ്. എലിവിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ വളരെ അളവ് കുറച്ച് ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലാണ്. വാപ്പുമ്മയുടെ മാല കവർന്നത് അത്യാവശ്യം അപ്പോഴുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയായിരിക്കണം, അല്ലാതെ വേറെ സമ്പാദ്യത്തിന് വേണ്ടിയാകും എന്ന് നമുക്ക് കരുതാനാവില്ല. അയാൾക്ക് അടുപ്പമുള്ള, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ അറിയാവുന്ന അയാളുടെ കൺമുന്നിലുള്ള എല്ലാവരെയും അയാൾ കൊന്നു. ഇനി വാപ്പ മാത്രമാണ് പെൺകുട്ടിയെ വീട്ടിലെത്തിച്ചിട്ടാണ് കൊല്ലുന്നത്. തനിക്ക് ശേഷം ആ പെൺകുട്ടിക്ക് ആരും ഉണ്ടാകില്ല എന്ന തോന്നലാണ് കൊന്നതെന്നൊക്കെയാണ് പറഞ്ഞതായി കേൾക്കുന്നത്. അങ്ങനെയൊക്കെ കരുതുന്ന രൂപത്തിലാണ് ആ കൊലപാതകം അയാളുടെ വെർഷൻ. അതെ, അയാളുടെ വെർഷൻ. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ഒരു മറുവശം ഉണ്ടാവുമല്ലോ. ഒരുപക്ഷെ പെൺകുട്ടിയുമായിട്ട് അടുത്തതിന് ശേഷം ഇയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പെൺകുട്ടിക്ക് അറിയാമായിരിക്കുമല്ലോ. പെൺകുട്ടി അവശേഷിച്ചാൽ കുറേ തെളിവുകൾ ഇയാൾക്കെതിരെ വരുമോ? അങ്ങനെയും ആവാം. ഇത് ഈ പറയുന്നത് പോലെ ഒരുപാട് ദുരൂഹതകൾ ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷിച്ച് ഇപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ ഈ ഷെമിയുടെ ജീവൻ തിരിച്ചു കിട്ടുകയാണെങ്കിൽ കുറേ വിവരങ്ങൾ അവരിൽ നിന്ന് കിട്ടും. ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഗ്രാവിറ്റിയും അപ്രോച്ചും ഒക്കെ അവരുടെ രക്ഷകർത്താക്കളിൽ നിന്നും കുറേ വിവരങ്ങൾ കിട്ടിയെന്ന് വരും. കുറച്ച് ഈ റഹീമിൽ നിന്നോ, എന്തായാലും മകനെ സംബന്ധിച്ച് കുറച്ച് വിവരങ്ങൾ റഹീമിൽ നിന്ന് അറിയാമായിരിക്കുമല്ലോ. ഉമ്മയോട് വഴക്ക് കൂടുന്ന പ്രകൃതം ഉണ്ടെന്നൊക്കെയാണ് റഹീമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നാട്ടിലൊന്നും ആർക്കും അറിയില്ല, പക്ഷേ കുടുംബത്തിനകത്ത് അത്തരം വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ഇയാളുടെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇയാൾ ഈ ഉത്തരവാദിത്വങ്ങൾ മറ്റാരുടെയും തലയിലേൽപ്പിക്കാതെ അയാൾ ഒളിച്ചോടി പോവുകയോ സൂയിസൈഡ് ചെയ്യുകയോ ചെയ്യാതെ പോലീസിൽ പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു, കൂടുതൽ വഷളാകുമായിരുന്നു. ഞാൻ ആദ്യം മരണം അറിഞ്ഞു ചെല്ലുന്നത് പാങ്ങോടാണ്. പാങ്ങോട് ചെല്ലുമ്പോൾ ആ വൃദ്ധമാതാവിന് പോലീസും ഉണ്ട് അവിടെ. അവരൊരു കാല് തെറ്റി വീണതാകാം എന്ന അഭ്യൂഹമാണ് അവിടെ പരക്കെ ഉള്ളത്. ഇങ്ങനൊരു കൊലപാതകം അവിടെ നടക്കുമെന്ന് ആരും ഊഹിച്ചിരുന്നില്ല. ഇയാളുടെ മൊഴിയിൽ നിന്നാണ്. ഇയാൾ മൊഴി പറയുമ്പോൾ അങ്ങനെ പാങ്ങോടൊരു കൊലപാതകം നടന്നിരിക്കുന്നു, അത് സത്യമായി. അതുകൊണ്ടാണ് പോലീസും പെട്ടെന്ന് വിശ്വസിച്ച് അടിയന്തരമായി രംഗത്തിറങ്ങിയിട്ടുള്ളതാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
വ്യക്തത വരേണ്ട ഒരു മനസ്സിൻ്റെ ഉടമയായി അയാൾ മാറിയിട്ടുണ്ട്. പുറത്തു കാണുന്നതല്ല അയാളുടെ അകം മനസ്സ്. അങ്ങനെ ചെറുപ്പക്കാർ എങ്ങനെ മാറുന്നു? ഈ വയലൻസ് കൂടുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലം എന്താണ്? ഈ ആധുനികമായ സാങ്കേതിക വിദ്യകളും അത് ഇത്രയും പ്ലാൻ ചെയ്യാൻ അയാൾക്ക് എങ്ങനെ പറ്റി? ഇതെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്തരം പ്രവണതകൾ പുതിയ ചെറുപ്പക്കാരിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ആവശ്യമായ എല്ലാ ജാഗ്രതയും പുലർത്തേണ്ടതുണ്ടോ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. Debate with Smriti Parathikkad.